പ്രിയ സ്നേഹിതരെ, ഹലോ. ഞങ്ങളുടെ നാടകം ആരംഭിക്കാൻ നിമിഷങ്ങളേ ഉള്ളൂ. നാടകത്തെക്കുറിച്ച് രണ്ട് വാക്ക്. ഹലോ. ഈ നാടകത്തിലെ കഥാപാത്രങ്ങളും എല്ലാ സാങ്കേതികമായ എല്ലാ കാര്യങ്ങളും സാങ്കല്പികം മാത്രമാണ്. ഇതിനാരുമായും ഒരു ബന്ധവുമില്ല. ഒരു ഹാസ്യ രസത്തിലൂടെ ഒന്ന് ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നു, അത്രമാത്രം. ഈ നാടകത്തിൻ്റെ പേര് സംഗീത കോടതി. കഥാസാരം, നമ്മുടെ നാട്ടിലെ പല ചെക്ക് പോസ്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ കുട്ടിക്കാലത്ത് ചെക്ക് പോസ്റ്റുകൾ ഇപ്പോഴത്തെ കാണുന്നത് പോലെ പരിഷ്കരിച്ചതല്ല. അന്ന് നാട്ടുപുറങ്ങളിൽ രണ്ട് ചുമട് താങ്ങിയും പിന്നെ അതിനെ മറുവശത്തായി രണ്ട് കൽത്തൂണുകൾ കാണും. അതിൽ കയറ് കെട്ടി, അതാണ് അരിക്കൻ ലാമ്പ് തൂക്കി, അതാണ് പണ്ടത്തെ ചെക്ക് പോസ്റ്റ് ചിത്രം. അത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ല, ഇപ്പോഴത്തെ തലമുറയ്ക്കും അറിയില്ല. അപ്പോൾ ആ ചെക്ക് പോസ്റ്റിൽ നടക്കുന്ന മാനുഷികമായ ചില കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. കുറച്ച് രസങ്ങൾ, ഒരു രസത്തോടെ മാത്രം നിങ്ങൾ കാണുക, മറ്റൊന്നും ഇതിനെപ്പറ്റി ചിന്തിക്കരുത്. എന്തെങ്കിലും അതായത് നമുക്ക് നമ്മളെ സ്വയം ബാധിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും ആരെയും ഏതെങ്കിലും തരത്തിൽ നോവിക്കാനോ ഒന്നിനുമല്ല, ജസ്റ്റ് ഒരു തമാശ മാത്രം. നാടകം ആരംഭിക്കുകയായി. നാടകത്തിൻ്റെ പേര് സംഗീത കോടതി. അഭിനേതാക്കൾ ഇൻസ്പെക്ടർ ശ്രീരാജൻ, പോലീസുകാർ രണ്ട് ഹെഡ് കോൺസ്റ്റബിൾമാരാണ്. ഒരാൾ ശ്രീപതിയും ഒരാൾ നമ്മുടെ പ്രിയപ്പെട്ട സജീവ് സാറും. പിന്നെ അപ്പോ നാടകം ആരംഭിക്കുകയായി. കാണുക, രസിക്കുക, പ്രോത്സാഹിപ്പിക്കുക. നാടകം ഒന്നാം രംഗം. ഹലോ. ഇത് എവിടെ പോയി കിടക്കുക? രണ്ടെണ്ണവും ഇതുവരെ എത്തിയിട്ടില്ല. ഇതിനെയൊക്കെ ഗവൺമെന്റ് സർവീസ് എടുത്തവരാണോ പറയാം? എന്താ ചെയ്യുന്നത്? ലേറ്റ് ആയത് മറ്റേവിടെ നിങ്ങളല്ലേ ജോലിക്കുള്ളമാരാണ്? എവിടെ എവിടെ എന്താണോ ലേറ്റ് ആയത്? സാർ ഓക്കെ, എന്താണോ ലേറ്റ് ആയത്? താമസിച്ചോണ്ടാണോ? അല്ല സാർ, ഞാൻ വരുന്ന വഴിക്ക് ഒരു പശു തന്നെ ഓടിച്ചു സാർ. പശു? പിന്നെ ഞാനൊക്കെ ഓടി, വെപ്രാളപ്പെട്ട് ഓടി. ഞാനൊക്കെ പോലീസുകാരനാണോ? ഇച്ചിരി ധൈര്യം വേണ്ട എല്ലാത്തിനും. അല്ല സാർ, ഞാൻ വെപ്രാളപ്പെട്ട് ഓടി ഒരു മതിലിന്റെ പുറത്ത് അടുത്ത് വന്ന് നിന്നു. എന്നിട്ട് അപ്പുറത്തെ കുളം, ഇപ്പുറത്തെ പശു. പിന്നെ ഞാനത്ര അസുഖതി വന്നാണ് എന്നെ രക്ഷിച്ചുകൊണ്ട് പോയത്. കൊള്ളാം കൊള്ളാം കൊള്ളാം, ഇതൊക്കെ നാടകത്തിൽ കൊള്ളാം. പോസ്റ്റിലിരിക്കും. വല്ലാത്ത തണുപ്പ്. കുട്ടപ്പ, ബീഡിയിൽ കൊണ്ടുവന്നെടുക്കാൻ. ബീഡിയിൽ കൊണ്ടുവന്നെടുക്കാൻ ഉള്ളത് തീർന്നില്ല. ഞാൻ പറഞ്ഞ വഴിക്ക് അപ്പൻ്റെ കടയിൽ കയറി വാങ്ങണം വിചാരിച്ചാൽ എവിടെ അവൻ കട അടച്ച് നേരത്തെ പോയി. ഈ രാത്രി എങ്ങനെ കഴിച്ചുകൊണ്ടും വല്ലാത്ത തണുപ്പ്. ആ പോട്ടെ, എന്നെ കാണാൻ പറ്റും. വേണ്ട പകരാ, എനിക്കൊന്ന് ഇത്തിരി ഉറങ്ങണം കേട്ടോ. നീ അമ്മന്റെ പറയണൊക്കെ ഞാൻ കേട്ടു. എന്തോന്ന് പശുവും കയ്യാലിയും മതിലും. ആ പെശക് വസുമതി വീട്ടിൽ പോവല്ലേ ഞാൻ 15 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതായി. അവൾ തരണ വാട്ട ചാരായം കുടിച്ച് മയക്കി കിടത്തി നിന്നെ.
നീ അവിടെ നോക്കിക്കോ, കുഴപ്പമില്ല. ഞാൻ നോക്കിക്കോളാം. കുട്ടൻപിള്ളേ, ഓ, പോസ്റ്റ് പോസ്റ്റ്. നോക്ക് നോക്ക്, ആരോ വന്നിരിക്കുന്നു. ആരാണ്? ആരാടാ? ആരാണ് നീ? രാത്രി വഴിയില് എന്താണ് കുട്ടയില്? ഏമാനെ കുട്ടിയിൽ കോഴിയാണ്. കോഴിയാ? കോഴി ഉണ്ടാക്കുന്നത് പട്ടപ്പേരിലുള്ള നീ പറയാ. കോഴിയാ? കുറെ കോഴി ഉണ്ട്. രാത്രി കോഴി കിടത്താം. എവിടെയാ കോഴി? ഇല്ലേ കോഴിയാണ്. എന്താ പിന്നെ ഇത് കംപ്ലീറ്റ് പരിശോധിക്കണം. നോക്ക് ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ. എടുക്ക്. ആ പൊതി എടുക്ക്. പൊതി എടുക്ക്. കോഴി തീറ്റ. ആദ്യം കോഴി, പിന്നെ കോഴി തീറ്റ. തുറക്കതിനെ. ഇതിനെന്താ വിറയ്ക്കുന്നത്? ഇപ്പൊ കള്ളന്റെ ലക്ഷണമാണല്ലോ. സ്വർണ്ണക്കടത്തേമാനെ. ഇതിനെന്ത് വില വരും? 400 രൂപ. ഇതിന് സ്വർണ്ണത്തിനോ? 400 രൂപ സ്വർണ്ണത്തിനോ? കോഴിയുടെ വില 400 രൂപ. തൊണ്ടിയെടുത്ത് അവനെ കേസിലാക്കി FIR എഴുതുന്നു. ഈ കുട്ടയെടുത്ത് അവിടെ ഉണ്ട്. ഓ, ഇന്നത്തെ ഉറക്കം പോയി. അത് നിങ്ങൾക്ക് തോന്നുന്ന അത് യക്ഷിയൊന്നുമില്ല, ഒരു സാധാരണക്കാരി. ഒന്ന് പറയണേ അമ്മ. എന്റെ പിള്ളേരെ കാണാൻ പറ്റുന്നില്ല. രമാനെ, ഇതൊരു ചെക്ക് പോസ്റ്റ് തന്നെയാണ്.
എന്താ സംശയം? ഇതുവരെ ഒന്നും അതൊക്കെ തടഞ്ഞില്ല. ശരിയാകും. നിങ്ങൾ അവിടെ ഇരുന്നാ മതി. വണ്ടി വരുന്നതിനെ തടയും, ആളുകളെ തടയും. കുട്ടപ്പോ എല്ലാം തടയാൻ ഉണ്ടാ. എന്തിനു തടയാൻ? ഈ തണുപ്പത്ത് പേടിയില്ലാത്തതിന്റെ ഒരു ഉറക്കം പോയി. ഈ രാത്രി മുഴുവൻ കൊണ്ടേ എന്റെ നല്ല ഉയരങ്ങ് പോയി വാക്കര. ആരായാലും പോവില്ലേ ഈ രാത്രി? ഞാൻ കിടക്കട്ട, അല്ല ഒന്ന് ഉറങ്ങട്ട. ഞാൻ എന്തിനു ചെയ്യാനില്ല. നിന്റെ ഡ്യൂട്ടി ഞാൻ പാവപ്പെട്ട പാട്ടാണ് പാടിപ്പോൾ നടക്കുന്ന ജോലി. പാവപ്പെട്ട പാട്ടാണ് ഏത് രാഗമാണ് പാടുന്നത്? അതറിയാം. ഞാൻ ഈ നാട്ടിൽ ഞാൻ പാടി ബോഡി കംപ്ലീറ്റ് ചെക്കപ്പ് ഇല്ല. എടുക്കാൻ മതി. IPC 293 ആണ്. ഇവരെ കസ്റ്റഡിയിലെടുത്ത് FIR എഴുതി വിടുന്നത്. അങ്ങോട്ട് നീ പോണ്ട. അവിടെ പുലി ഇറങ്ങിയിട്ടുണ്ട്. ആ സഞ്ചി കൊണ്ടുപോകും പുലി. നമ്മളെ പറ്റിക്കാൻ പറ്റും. അത് തന്നെ. നിന്റെ പേരെന്താ? ഗബ്ബർ സിംഗ്. അങ്ങനെ ഒരു പേരാ. എന്റെ പേരെന്താ? മൗര്യ. സാറേ പുതിയൊരാണ്. മൗര്യനാണോ? അടുത്ത ആൾ ഗായകനൊന്നുമല്ല, ഒരാള് പോയി ഇത് വഴി പാടിക്കുന്നു.
കടയിൽ കുറച്ച് ഇറച്ചി പൊട്ടിച്ചോണ്ട് പോയല്ല. അത് ശരി. എവന്റെ ഇറക്കി കൊണ്ട് പോയവൻ ഇപ്പം പിടിയിൽ നിന്ന് പോയി കാണും. അവനെ പുലി കടിച്ച് കീറി കാണും. കയറി കാണാം. നിങ്ങളെ കൊണ്ട് വിട്ടായിട്ട് അങ്ങോട്ടൊന്നും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇല്ല ഇല്ല അങ്ങോട്ടില്ല. പൊക്കോ. തിരിച്ചു പോ തിരിച്ചു പോ. ഇവനെയും കൂടെ പുലി കടിച്ച് കീറുമെന്ന് തോന്നുന്നു അല്ലേ? പോ 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 പോ. കൊണ്ടപ്പോ യാമാന്റെ ആള് നമ്മളെ പേടിപ്പിച്ച കക്ഷി ഇതാ. എന്തിനാണോ എന്തോ ആക്കടാ. ആ ഒന്നും പറയാം. ഞാനും ഒന്നും പറയാനില്ല. യമാനെ എന്താണീ വന്നത്? എന്താ ഇതിനകത്ത്? കുറച്ച് ചോറും മീൻ പൊരിച്ചതോ? സെറ്റപ്പ് രാമന്റെ സെറ്റപ്പ് എനിക്ക് ഭാഗ്യമില്ലാതായി. ആക്കടാ. നമുക്ക് എങ്ങനെ ഇരിക്കണം ഇപ്പൊ? എങ്ങനെ ഇരിക്കണം? ഇതാ. ഇടായി. ആ ചെക്ക് പോസ്റ്റിൽ നിന്നും അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവ് കിട്ടിയത് പ്രകാരം പോലീസുകാർ പ്രതിയെയും കൊണ്ട് കോടതിയിലേക്ക് ഹാജരാകുകയാണ്. ഓർഡർ ഓർഡർ. കോടതി തുടങ്ങുന്നു. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ. താങ്കളുടെ പേര്? കാമ്പോജിയ. അതെന്താ കാമ്പോജി? അതൊരു രാഗത്തിന്റെ പേര്. ഞാനും സംഗീതമൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. ശരി. ചെക്ക് പോസ്റ്റൽ വഴി കഞ്ചാവും കോഴിയും കടത്തി എന്നുള്ള കുറ്റമാണ് നിങ്ങൾ ആരോപിക്കുന്നത്. ഇത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ഓർഡർ ഓർഡർ. ചെയ്ത കുറ്റം കോടതിക്ക് ബോധ്യമായതിനാൽ നഗരത്തിലെ 10 കിലോമീറ്റർ അകലെയുള്ള കരോക്കെ പാട്ട് കൂട്ടായ്മകളിൽ എല്ലാ ഞായറാഴ്ചകളിലും 1 വർഷം പാടിക്കുവാൻ ഈ കോടതി ഉത്തരവിടുന്നു. നീലിമല മാടമ്പി വീട്ടിൽ കള്ളിയങ്കാട്ടു നീലി ഹാജരുണ്ടോ? നീലിമല കള്ളിയങ്കാട്ടു നീലി ഹാജരുണ്ടോ? നീലിമല കള്ളിയങ്കാട്ടു നീലി ഹാജരുണ്ടോ?
ഒരു കുട്ടിക്കൂറ മണം. നിങ്ങളുടെ പേരെന്താണ്? നീലി. വെറും നീലിയോ? വീട്ടുപേര്, അച്ഛന്റെ പേര്, അമ്മയുടെ പേര് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കള്ളിയങ്കാട്ട് നീലി എന്നാണ്. കള്ളിയങ്കാട് എന്ന് പറഞ്ഞാൽ? കള്ളിയങ്കാട് എന്ന് പറയുന്നത് എൻ്റെ സ്ഥലത്തിൻ്റെ പേരാണ്. നിങ്ങൾ ആരോപിക്കുന്ന കുറ്റം സമ്മതിക്കുന്നുണ്ടോ? മൈ ലോർഡ്, ഒരു നിഴലായ ഞാൻ ആടുമോ പാടുമോ? ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾക്കും മറ്റാർക്കുമോ കോടതി മുമ്പാകെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ആ നിലയ്ക്ക് ഞാൻ വളരെ നിരപരാധിയാണ്. എന്നെ വെറുതെ വിടണമെന്ന് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ അഭ്യർത്ഥിക്കുന്നു. എൻ്റെ മകൾ കാനഡയിലാണ്. എത്രയും പെട്ടെന്ന് എനിക്ക് എൻ്റെ മകളുടെ അടുത്ത് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ വെറുതെ വിടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രതിയുടെ മേൽ ആരോപിച്ച കുറ്റം പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിയാത്തതിനാൽ പ്രതിയെ നിരുപാധികം വിട്ടയക്കാൻ ഈ കോടതി വിധിക്കുന്നു. എന്നാൽ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ഈ കേസിൽ കള്ളിയങ്കാട്ട് നീലിക്ക് എല്ലാ മാസത്തിൻ്റെയും 2ാം ഞായറാഴ്ച തമ്പുരുവിൻ്റെ സംഗീത കൂട്ടായ്മയിൽ പാടാവുന്നതാണ്. പരിസമാപ്തിയാകുമെന്ന് നമുക്ക് ആശിക്കാം. ഇതൊരു സങ്കല്പം മാത്രം. എല്ലാവർക്കും നന്ദി. ശ്രദ്ധയോടെ ഈ നാടകം ആസ്വദിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.